ഹലോ കൂട്ടുകാർ, എന്തെങ്കിലും വിശേഷമല്ല. ഞാൻ അലവിക്കുട്ടി അബുഷേമ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ടയില്ലാതെ തന്നെ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം. അതുപോലെ കിടിലൻ ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. തികച്ചും മുട്ടയില്ല, എഗ്ലെസ് സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടലപ്പൊടിയാണ്. അതുപോലെ ഒരു കപ്പ് മൈദപ്പൊടി വേണം. മൈദപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. ബീറ്റർ ഉണ്ടെങ്കിൽ എടുത്ത് കലക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ ബാറ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്ത്, ഉള്ളി കട്ട് ചെയ്ത്, മല്ലിച്ചപ്പ്, എല്ലാ ആവശ്യത്തിനും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ലേശം ലൂസാക്കാനുണ്ട്. അതുപോലെ ഇത് ലെവലിലാക്കി എടുക്കണം. നമ്മൾ ഒരുപാട് കട്ടിയാവാൻ പാടില്ല, ഒരു വല്ലാതെ ദോശയുടെ ലെവലിലാണ്ട് പോകാനും പാടില്ല. അപ്പോൾ ഒരു ഓംലേറ്റിന് കണക്കാക്കിയുള്ള ഒരു മിക്സിംഗ് ആണ്. അതിനൊരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അത് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുക. എന്നതിന് ശേഷം കുറേശ്ശെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. സെയിം ഓംലേറ്റ് തന്നെയാണ് കേട്ടോ, യാതൊരു വ്യത്യാസമില്ല. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇതുപോലെ ബ്രെഡ് വെക്കുക. ബ്രെഡ് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും കൂടെ അങ്ങോട്ട് സൈഡൊക്കെ മടക്കിയെടുക്കുക. സൈഡ് 4 ഭാഗം മടക്കിയെടുത്തതിന് ശേഷം തിരിച്ച് ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗം ഇതുപോലെ വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തിട്ട് അടിപൊളി കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ, സൂപ്പറാണ്. മുട്ട കഴിക്കാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ മുട്ട അലർജി ഉള്ളവർ, അങ്ങനെയുള്ള പല അസുഖക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണിത്. അപ്പോൾ രണ്ടാമതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടയില്ലാത്ത ബ്രെഡ് ഓംലേറ്റ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ആ മുട്ട ഇല്ലാന്ന് എഴുതിയിട്ട് നിങ്ങൾ ഒന്നുകൊണ്ട് ബേജാറാവുണ്ടാകുമ്പോൾ നിങ്ങൾ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കടലപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല, അടിപൊളിയാണ്. അപ്പോൾ ഗസ്റ്റ് വന്നോ അവർക്ക് ആർക്കും പോലും അറിയില്ലത്. ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു ഗസ്റ്റ് വീട്ടിൽ വിരുന്ന് ചെന്നപ്പോൾ നമുക്ക് ഉണ്ടാക്കി തന്നാണത്. അപ്പോൾ ഞങ്ങൾക്കും അത് അറിയില്ലായിരുന്നു എന്താണെന്നുള്ളത്. കഴിച്ചതിന് ശേഷമാണ് ഗസ്റ്റ് നമ്മളോട് പറഞ്ഞു, വീട്ടുകാർ നമ്മളോട് പറഞ്ഞത് ഇതാണ് സംഭവം എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അബുഷേമ കിച്ചൺ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക.